ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ ഇവിടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ അടുക്കൽ യേശു വന്നപ്പോൾ, യേശു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ യോഹന്നാൻ സ്നാപകന് യേശു കർത്താവിനെ ഒന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ഒരവസരം കിട്ടുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ടാണ്. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഈ വാക്യത്തിലൂടെ യോഹന്നാൻ സ്നാപകൻ അത് നിവർത്തിക്കുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നതെന്ന് അവിടെ പറയുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ പാപത്തെ ചുമക്കുന്ന, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. നാം പഴയ നിയമ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി യഹോവയായ ദൈവം മിസ്രയീം ദേശത്ത് 10 ബാധകൾ അയക്കുവാനിടയായി തീർന്നു. ആ 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം നടക്കേണ്ട സമയത്ത് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് പറയണം, ഓരോ കുടുംബത്തിന് ഓരോ ആട്ടിൻകുട്ടി വീതം അവർ തിരഞ്ഞെടുത്ത് ആ പറയുന്ന സമയത്ത് ഒരു പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് നാം അത് കാണുവാനായിട്ടിടയായിത്തീരുന്നതിൻ്റെ. അതിൻ്റെ 6-ാം വാക്യം പറയുകയാണ്, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ അതിനെ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രിയിൽ, അവിടെ യഹോവയായ ദൈവം പറയാണ്, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടി കടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യരുടെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സംഹാരദൂതൻ ഈ മിസ്രയീമിൻ്റെ നടുവിൽ കൂടെ കടന്നു പോയപ്പോൾ ഇസ്രായേൽ മക്കളുടെ വീടുകളുടെ കട്ടിളക്കാൽമേലും കുറുമ്പടിമേലും പെസഹ കുഞ്ഞാടിൻ്റെ രക്തം അടയാളം കണ്ടപ്പോൾ അവരെ വിട്ടു മാറിപ്പോവാനിടയായി തീർന്നു. അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ ഒരു സാദൃശ്യമാണ് ഈ പെസഹ കുഞ്ഞാടെന്ന് പറയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വീണ്ടെടുപ്പിൽ വിശ്വാസവും അനുസരണവും അടങ്ങിയിരിക്കുന്നു. രക്തം കാണുമ്പോൾ സംഹാരവൻ ആ ഭവനത്തെ വിട്ട് കടന്നുപോകും. കടന്നുപോക്ക് എന്ന് പറയുന്നതാണ് ഈ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ജനിച്ച് ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി താൻ കാൽവറി ക്രൂശിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. അതുകൊണ്ട് യോഹന്നാൻ ഇവിടെ പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാണ്, പാപം അറിയാത്തവനെ നാം
അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെയും ചുമന്നുകൊണ്ട് യേശു കർത്താവ് കാൽവറിയുടെ ഉന്നതങ്ങളിന്മേൽ പരമയാഗമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എനിക്കും നിനക്കും വേണ്ടി ആ കർത്താവ് യാഗമായി പഴയ നിയമത്ത് ഒരാടിനെ അറുക്കപ്പെട്ടതുപോലെ അവർക്ക് വിടുതലിന് വേണ്ടി, അവരെ ബാധയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി, സംഹാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞാട് അവിടെ അറുക്കപ്പെട്ടെങ്കിൽ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മെ വിടുവിക്കുവാൻ വേണ്ടി ഒരു യേശു കർത്താവ് കാൽവറിയുടെ ഉന്നതങ്ങൾ യാഗമാകുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യോഹന്നാൻ പറയുകയാണ്, 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ൽ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ യോഹന്നാൻ പറയാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല ലോകത്തിൻ്റെയും സർവ്വലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു കർത്താവ് കാൽവറിയുടെ ഉന്നതങ്ങൾ യാഗമായി തീർന്നത്. ദൈവത്തിൻ്റെ ജനമേ, നാം അത് മറന്നു പോകല്ല. എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 13-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യത്തിൽ വായിക്കുകയാണ്. ആ താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ യാഗങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ 2 ആട്ടുകൊറ്റനെ എടുത്തിട്ട് മഹാപാപപരിഹാര ദിവസത്തിൽ ഒരാടിനെ യാഗം കഴിക്കുകയും മറ്റേ ആടിൻ്റെ തലയിൽ ആ പുരോഹിതൻ കൈവച്ച് ആ സകല ജനത്തിൻ്റെ സകല പാപങ്ങളും ആ ആട്ടുകൊറ്റൻ്റെ തലയിൽ വെച്ചിട്ട് അതിനെ മരുഭൂമിയിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ നമ്മുടെ യേശു കർത്താവ് നഗരവാതിലിന് പുറത്തു വെച്ച് അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ആ കർത്താവ് യാഗമാകുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് എവിടെയായിരുന്നു? പിതാവിനോടൊപ്പം സ്വർഗത്തിലായിരുന്ന ആ പുത്രൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി, തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ചെയ്തെടുക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുവാനിടയായി തീരണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ൽ പറയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആ യേശു കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 3-ൽ പറയാണ്, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മിലൊരുത്തനെ പോലെ ജീവിച്ച് ഈ ലോകത്തിൽ കർത്താവ് പിതാവ് പറഞ്ഞ സകല കാര്യങ്ങൾ നിർവഹിച്ച് ആ കാൽവറിയുടെ ഉന്നതങ്ങൾ യാഗമായി അവൻ മരിച്ചട
അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ, ആ യേശുവിൽ ആര് വിശ്വസിക്കുന്നു അവരെ ചേർക്കുവാൻ വേണ്ടി യേശു കർത്താവ് വീണ്ടും വരുവാൻ കാലമായി. അതുകൊണ്ട് ഈ യോഹന്നാൻ ഇവിടെ വിളിച്ചു പറയുകയാണ്. യോഹന്നാൻ യേശുവിനെക്കുറിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാട് യേശു കർത്താവായിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് വേണ്ടി അവൻ കാൽവരിയുടെ ഉന്നതങ്ങളിന്മേൽ യാഗമായി, പരമയാഗമായി, അവൻ്റെ യാഗത്തിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് കിട്ടി. നാം സ്വർഗത്തിൽ അവനോട് കൂടെ പോകണമെങ്കിൽ ആ യേശുവിൽ നാം വിശ്വസിക്കുന്നവരായിത്തീരണം. അവനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിക്കുന്നവരായിത്തീരണം. അല്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ നാം നശിച്ചു പോകാൻ ഇടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ നാം ഓർക്കുന്നവരായിത്തീരണം. യെശയ്യാ പ്രവചനത്തിലേക്ക് നാം വരുമ്പോൾ 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതെയിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതെല്ലാം കർത്താവ് സഹിച്ചതെന്തിനാണെന്നറിയാമോ? നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്. നമുക്ക് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. നമ്മെ നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. നമ്മെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു കർത്താവ് കാൽവരിയുടെ ഉന്നതങ്ങൾ യാഗമായി തീർന്നത്. ആ കർത്താവിൽ നാം വിശ്വസിക്കുവാനിടയായി തീരണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരെൻ്റെ അടുക്കിലേക്ക് വരുന്നുവെന്ന് നോക്കി യേശു കർത്താവ് നോക്കിയിരിക്കുകയാണ്. അവനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ മരുഭൂമിയിൽ നാം നഷ്ടപ്പെട്ടു പോകുകയില്ല. അല്ലെങ്കിൽ നാം ഈ മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായിത്തീരും. നിത്യതയിൽ എത്തപ്പെടണമെങ്കിൽ നാം അവനിൽ വിശ്വസിച്ച് അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അവനിൽ വിശ്വസിക്കാം, അവനു വേണ്ടി നമുക്ക് ജീവിക്കാം. ഇതാകുന്നു നല്ല ദിവസം. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.